ഹലോ. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു ഷൂട്ട് ഉണ്ട്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മുടെ ബ്രാൻഡിന് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്നൊരു ഷൂട്ട്. സോ ബേസിക്കലി ചൈത്രത്തിൽ നമ്മൾ നമ്മുടെ ഓണം കളക്ഷൻസ് ആയിട്ട് ഫസ്റ്റ് ഡ്രോപ്പിൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് നല്ല ധാവണീസും കുറച്ച് പട്ടുപാവാടയൊക്കെയാണ്. അപ്പം അത് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷൂട്ട് നടത്തിയെന്നേ ഉള്ളൂ. ഞാൻ അമ്മയുടെ കൂടെയും എൻ്റെ 3 ഫ്രണ്ട്സിൻ്റെയും കൂടെയാണ് ഇവിടെ എത്തിയത്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല MS സ്വാമിനാഥനെക്കുറിച്ച്. ഞങ്ങൾ കുട്ടനാട്ടുകാർക്കൊക്കെ വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ തറവാടാണിത്. ഇത് മങ്കൊമ്പിലാണ് ഉള്ളത്. എൻ്റെ ഫ്രണ്ട് അക്ഷരയുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അവൾ തന്നെയാണ് നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നതും. അവളെപ്പറ്റി 2 വാക്ക് പറഞ്ഞാൽ, ഷീസ് ലൈക്ക് ദാറ്റ് വൺ ഫ്രണ്ട് ഹു നെവർ എക്സ്പെക്ട്സ് എനിത്തിങ് ഫ്രം എനിവൺ. ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ കൂടെ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തു, എന്നെ സപ്പോർട്ട് ചെയ്തും ഒക്കെ നിൽക്കുന്ന ഒരാളാണ് അവൾ. അപ്പം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ഞാൻ ഒരുപാട് ചെറിഷ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ ക്യാമറമാൻ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ചെറിയൊരു കവർ സോങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലൊക്കേഷനിൽ വന്നിട്ട്. ആ പാട്ട് കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ധാവണിയൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുവരെ ആയിട്ടും നമ്മുടെ ക്യാമറമാൻ വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെയും പോസ്റ്റായിട്ടിരിക്കുകയാണ് ഇവിടെ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കുറച്ച് സമയം കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടണം എന്നോർത്തതും കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തേക്കാം എന്ന് തീരുമാനിച്ചതും. മഴയുടെ ബാക്കി ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവനും ചെളിയായിരുന്നു അവിടെ. അങ്ങനെ എൻ്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ക്യാമറമാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ചുമ്മാ കാണിച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്തൊക്കെയോ കാണിച്ചു. ഇന്ന് നമുക്ക് മെയിനായിട്ട് 2 ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഒന്നൊരു ധാവണിയും പിന്നെ നമ്മളത് മാറിയിട്ടൊരു പട്ടുപാവാട ഇട്ടൊരു ചെറിയൊരു ഷൂട്ടൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ടയറിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എന്നാലും എനിക്ക് ഈ ക്യാമറ, ലൈറ്റ്സ്, മോഡലിംഗ് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളരെ ആസ്വദിച്ചാണ് സാധാരണ ഇതൊക്കെ ചെയ്യാറ്. പിന്നെ ഹെൽപ്പ് ചെയ്യാനും ചുറ്റിനും നിന്ന് ചിയർ ചെയ്യാനും ഒക്കെ ഒരുപാട് പേരുള്ളതുകൊണ്ട് അത്രയധികം മടുപ്പായിട്ട് തോന്നിയില്ല ഇപ്രാവശ്യം. പിന്നെ നമ്മളൊരു കാര്യം ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പം അതിനൊരു സുഖമുണ്ടല്ലോ. പൊതുവേ എനിക്കിങ്ങനെ ഒരുങ്ങി നടക്കാനും നല്ല ഡ്രസ്സൊക്കെ ഇടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അതുതന്നെയാണ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനായിട്ടുള്ളൊരു കാരണം തന്നെയെന്ന് പറയേണ്ടി വരും. പിന്നീട് നമ്മൾ നമ്മുടെ ഔട്ട്ഫിറ്റ് മാറി, അതായത് ധാവണി മാറിയിട്ട് പട്ടുപാവാട ഇട്ടുണ്ടായിരുന്നു കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായത്. അപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്തു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ക്ലിക്സ് വന്നപ്പോഴത്തേക്കും. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. നമ്മുടെ ക്ലിക്സൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം റോ പിക്ചേഴ്സാണ്, ഇതിൽ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിഷ്ടമായി മൊത്തത്തിൽ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. കുറേ നേരം ലാപ്പിലൊക്കെ നോക്കി തലയ്ക്കകത്തൊക്കെ എന്തൊക്കെയോ പോലെ തോന്നി. അവസാനം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വീടിൻ്റെ വാതിക്കൽ നിന്ന് കഴിഞ്ഞാലുള്ളൊരു വിഷ്വൽ. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അങ്ങനെ ഞാൻ അവിടെ ഒരു വള്ളം കിടക്കുന്ന കണ്ടപ്പോൾ അതിൽ കയറാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇപ്പം ഞാൻ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ വെള്ളമൊന്നും അധികം പേടിയില്ല. എനിക്ക് നീന്താനൊക്കെ അറിയാം. ഞാൻ പറയുമ്പോഴൊക്കെ എനിക്ക് വീഡിയോസൊക്കെ വന്ന് എടുത്തു തരുന്നത് എൻ്റെ അമ്മയാണ്. എന്നെക്കാട്ടിലും ഇൻട്രസ്റ്റാണ് അമ്മയ്ക്ക് ഈ കാര്യങ്ങളിലൊക്കെ. അതിപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും കുഞ്ഞിലേ മുതൽ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചു. നല്ല തലവേദനയും തലയ്ക്കകത്തൊക്കെ എന്തോ പുക പോലെയൊക്കെ തോന്നി. പക്ഷേ നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നമ്മുടെ ധാവണി പട്ടുപാവാട കളക്ഷൻസാണ്. അങ്ങനെ അമ്മയും കൂടെ വന്നിട്ട് ഞങ്ങൾ 2 പേരുടെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ ഈ ഒരു ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.